ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മളും ആക്ച്വലി ഒരു എന്താ പറയുക റേബാൻ്റെ മെറ്റാ ഗ്ലാസ് വാങ്ങിച്ചു. നിങ്ങൾക്കറിയാം റേബാൻ്റെ മെറ്റാ ഗ്ലാസ് എന്ന് പറയുന്നത് ഒരു സ്മാർട്ട് ഗ്ലാസ് ആണ്. റേബാൻ ബ്രാൻഡിൻ്റെ അത് മെറ്റയും കൂടി കോബ്രാൻഡ് എടുത്തിട്ട് ഇറക്കിക്കുന്ന ഒരു സ്മാർട്ട് ഗ്ലാസ് ആണ്. നിങ്ങൾക്കറിയാം ഇപ്പോൾ റീസെൻ്റ്ലി ഒരു എന്താ വെച്ചാൽ കഴിഞ്ഞ മൺഡേ ആണ് ആക്ച്വലി ഇത് നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇത് സെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 19-ാം തീയതിയാണ്. മെയ് 19-ാം തീയതി തൊട്ട് നിങ്ങൾക്ക് ആക്ച്വലി അവരുടെ ഓൺലൈൻ സ്റ്റോറിലും റേബാൻ ഇന്ത്യയുടെ സ്റ്റോറിലും നിങ്ങൾക്ക് വാങ്ങിയാൻ കിട്ടും. അതുപോലെ തന്നെ ഒഫീഷ്യൽ സ്റ്റോറിലും വാങ്ങിയാൻ കിട്ടും. ഇത് നമ്മുടെ ലെൻസ് ആൻഡ് കാർട്ടുകാരാണ് നമുക്കിത് കിട്ടി തന്നല്ല, നമ്മൾ ആക്ച്വലി വാങ്ങിച്ചു തന്നെയാണ്. ഞാൻ ബില്ലും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതാ എൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1 year വാറണ്ടി കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ്. ഞാൻ അവിടെ തന്നെ ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ പാക്കേജിങ് ബോക്സ്. ഇത് ഇന്ത്യൻ മോഡലാണ്, അല്ലാണ്ട് നമ്മൾ ഇമ്പോർട്ടിങ് കാര്യം സംഭവമൊന്നുമല്ല. നിങ്ങൾക്ക് അറിയിക്കും അത് ആദ്യം ഇത്ര കാലം മുമ്പ് ഇറങ്ങിയ വേർഷനൊക്കെ ഒന്നും നമ്മുടെ ഇന്ത്യയിൽ ഇറങ്ങിയെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾക്ക് ഒഫീഷ്യലി പ്ലേ സ്റ്റോറിലൊന്നും ഇതിൻ്റെ ആപ്പ് ഉണ്ടായിരുന്നില്ല. ആദ്യം ഇതിൻ്റെ പ്ലേ സ്റ്റോറിലെ ആപ്പ് എന്തോ മെറ്റാ വ്യൂ എന്ന് അങ്ങനെ സംഭവമായിരുന്നു. ഇപ്പോൾ ഇത് ആക്ച്വലി മെറ്റാ എ എന്ന് പറഞ്ഞൊരു ആപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബോക്സ്. ഇതിൽ ആക്ച്വലി നമ്മുടെ ഐഫോണിലും പിക്സലിലൊക്കെ വരുന്ന പോലെ നമ്മുടെ ഇങ്ങനെ കീറുന്ന ടൈപ്പാണ്, പ്ലാസ്റ്റിക് ഒക്കെ ഒഴിവാക്കിയിട്ടൊരു സംഭവമാണ്. അപ്പോൾ ഇതാണ് കണ്ടു ലിസൺ കോൾ ലൈവ് സ്ട്രീം ആയിട്ട് അതിൻ്റെ പാക്കേജിങ് കാര്യങ്ങളൊക്കെ. കാരണം നിങ്ങൾ പാക്കേജിങ് ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ. ഇത് വേഫെയർ മോഡലാണ്. അതുപോലെ തന്നെ ഇത് ട്രാൻസിഷൻ മോഡലാണ്. അതായത് നമ്മുടെ വെയിലത്തൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് ബ്ലാക്ക് ആവും കളർ, അല്ലെങ്കിൽ നോർമൽ വൈറ്റ് ആവും, അങ്ങനത്തെ മോഡലാണ് കേട്ടോ. ഇതിൻ്റെ ഹൈ ഓപ്ഷനാണ്. അതായത് 37,700 ഇതിൻ്റെ MRP കാര്യങ്ങളൊക്കെ വരുന്നത്. ബൈയിങ് പ്രൈസ് കാര്യങ്ങളൊക്കെ വരുന്നത് 29,990 രൂപയാണ് സ്റ്റാർട്ടിങ് പ്രൈസ്. അതായത് നോർമൽ മോഡലിൽ, അതായത് ഒരു കളർ നോർമൽ സാധാ ഗ്ലാസ് വരുന്നത്. പിന്നെ നമുക്ക് പോളറൈസ് ഗ്ലാസ് ആയിട്ട് വരുന്നതിന് 32,990 ആ റേഞ്ചിലാണ് പ്രൈസ് സ്റ്റാർട്ടിങ് വരുന്നത്. 3 മോഡലാണ് ഉള്ളത് കേട്ടോ. 2 ഡിസൈനിൽ മാത്രമേ. അതുപോലെ തന്നെ വേഫെയർ ആണ്. നിങ്ങൾ മിക്ക ആൾക്കാരും വേഫെയർ തന്നെ എടുക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ബോക്സ് വരിക കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയും ഇത് ഫുള്ളും കൂടെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം റേബാൻ മെറ്റ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ക്യാരിങ് കേസ്, ഇത് ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. എന്താ വെച്ചാൽ ചാർജിങ് കേസും കൂടിയാണ്. പിന്നെ നമുക്ക് വരാം. അപ്പോൾ അതിൻ്റെ ബോക്സിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം കാണിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ലൈറ്റ് ഗ്രേ കളർ ബോക്സിംഗ് ആണ് വരുന്നത്. മെറ്റാ വ്യൂ ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. മെറ്റാ വ്യൂ ആപ്പ് അല്ല. അപ്പോൾ ഞാൻ അത് വേണമെങ്കിൽ ഇപ്പോൾ എന്താ പറയുക സാധനം ഇമ്പോർട്ടഡ് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് അതിൻ്റെ ബൈയിങ് പ്രൈസും കാര്യങ്ങളൊക്കെ കാണാം. മെയ്ഡ് ഫോർ ഐഫോൺ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക സ്മാർട്ട് ഗ്ലാസസ്, അതുപോലെ തന്നെ പിന്നെന്താ മാറ്റ് ബ്ലാക്ക്, പിന്നെ ട്രാൻസിഷൻ ഗ്രാഫ് ഗ്രീന്, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ സൈഡിലായിട്ട് ഇതിൻ്റെ അതിൻ്റെ MRP ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. അത് ക്ലിയർ കുറച്ച് ലൈറ്റായിട്ട് ഇരിക്കുന്നത്, അതുകൊണ്ട് ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ക്ലിയർ ആവുന്നുണ്ട്. ഇമ്പോർട്ടഡ് ബൈ ലെക്സോട്ടിക്ക ഇന്ത്യ ഐവേ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. MRP 37,700 നിങ്ങൾക്ക് കൂടെ കാണുന്നുണ്ടായിരിക്കും കണ്ടു. പിന്നെ 1 year വാറണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ സാധനം ഇമ്പോർട്ടഡ് സാധനം തന്നെയാണ്, അല്ലാണ്ട് ഇന്ത്യയിൽ മെയ്ഡ് ഇൻ ചെയ്യുന്നതൊന്നുമല്ല. അപ്പോൾ ഇത് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഇത്ര സാധനങ്ങൾ തന്നെ ഉള്ളൂ. പിന്നെ നമുക്കിതിൻ്റെ ഈ സൈഡിലായിട്ട് നമുക്ക് ആ ഒരു എന്താ പറയുക അവരുടെ തുടക്കാനുള്ള തുണി വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബുക്ക്ലെറ്റ്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് കുറേ എന്താ ഇനിയുണ്ട്. ഒരു വലിയ ബുക്ക്ലെറ്റ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ എന്തായാലും ഇത് ഫുൾ പേപ്പറാണ് കേട്ടോ. ഇത് ഫുൾ പേപ്പറാണ്. അപ്പോൾ അത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ബുക്ക്ലെറ്റിൽ ഒരു അത്യാവശ്യം നല്ല വലിയ കാസിയോൻ്റെ കൂടെയൊക്കെ കിട്ടുന്ന ഒരു ബുക്ക്ലെറ്റില്ലേ, അതേ മോഡലാണ് കേട്ടോ സാധനം വന്നിരിക്കുന്നത്. ഞാൻ കുറച്ച് ബ്രൈറ്റ്നസ് കുറയ്ക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ എന്താ ഉള്ളത്, പിന്നെ ഗെറ്റ് സ്റ്റാർട്ടഡ് ഗൈഡ് ഉണ്ട്. പിന്നെ സ്മാർട്ട് വ്യൂ, QR കോഡ് ടു ലൊക്കേഷൻ ഏതൊക്കെ അവൈലബിൾ ഉള്ളതെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ആക്ച്വലി ഇന്ത്യയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇനി ആദ്യം വേണ്ടത് ഇത് എന്തായാലും നമുക്ക് സാധനം കാണിച്ചേക്കാം. ഇതാണ് നമ്മുടെ കേസ് വരുന്നത്. ഇത് ആകെ ഒരു കളർ മാത്രമേ ഉള്ളൂ, ഈ കേസ് തന്നെ ഉള്ളൂ. എനിക്ക് ആക്ച്വലി ഇത് കുറച്ച് ഡാർക്കായി നല്ലതായി തോന്നി. എന്താ വെച്ചാൽ ഇത് പ്യുവർ ലെതർ എന്നാണ് പറയുന്നത്. റേബാൻ്റെ ബ്രാൻഡിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് സ്മാർട്ട് കേസാണ്. നമുക്ക് തുറക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഗ്രീൻ കളർ കത്തുന്നത്, അതായത് ഫുൾ ചാർജാണ് കാണിക്കുന്നത്. പിന്നെ നമുക്ക് റേബാൻ മെറ്റയുടെ ഇതുണ്ട്, ലെതറാണ് കേട്ടോ ഫുള്ള്. വാട്ടർ പ്രൂഫിംഗ് ഒന്നും അല്ല സാധനം. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. താഴെയായിട്ട് നമുക്ക് ഒരു Type-C കേബിൾ വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ പെയറിംഗ് ബട്ടണും വരുന്നുണ്ട് കേട്ടോ. ഇത്രയും സംഭവങ്ങളുള്ളൂ. നമുക്ക് ഇനി ഇത് പെയർ ചെയ്യാൻ നോക്കി നോക്കാം. നമുക്ക് എന്തായാലും സാംസങ്ങിൻ്റെ മെറ്റ എന്ന് പറഞ്ഞ മെറ്റാ വ്യൂ എന്ന് പറഞ്ഞൊരു സംഭവം അല്ല കിട്ടുക കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പ് എന്ന് പറയുന്നത് മെറ്റാ വ്യൂ അല്ല കേട്ടോ. മെറ്റ എ എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഞാനൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെ പോയത്? ഇതാണ് മെറ്റ എ എന്ന് പറഞ്ഞ ആപ്പ്. അപ്പോൾ ഇതിൽ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ വരുന്നുണ്ട്. കണ്ടോ ആഡ് മെറ്റ എ ഡിവൈസ് എന്നിട്ട് സ്റ്റേ കണക്റ്റഡ്. അപ്പോൾ ആഡ് ഡിവൈസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിയർ ബൈ ഡിവൈസ് നെക്സ്റ്റ് കൊടുക്കുക. ഹലോ. അപ്പോൾ നമുക്കിതിൽ ബ്ലൂടൂത്ത് ആക്സസ് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബ്ലൂടൂത്ത് ഓൺ ആക്കാം.
ഇതിൽ കാണിക്കുന്നുണ്ടല്ലോ റേബാൻ മെറ്റയാണോ റേബാൻ സ്റ്റോറീസ് ആണോ പറഞ്ഞിട്ട്. സ്റ്റോറീസ് ഒന്നും ഇന്ത്യയിൽ വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ റേബാൻ മെറ്റയാണ്. അപ്പോൾ ഇത് പെയറിംഗ് മോഡിലേക്ക് കൊടുക്കാം. ആദ്യം നമ്മളിത് മാറണം. പെയറിംഗ് മോഡിലേക്ക് മാറണമെങ്കിൽ നമ്മൾ ആ സ്വിച്ച് അമർത്തി പിടിക്കണം. അപ്പോൾ ഞാനൊന്ന് ലൈറ്റ് കൺട്രോൾ ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം എന്താ സംഭവം ചെയ്തിട്ടുണ്ട്. റിമൂവ് ടാബ് ടു ബിഗിൻ, റിമൂവ് ദ പ്രൊട്ടക്റ്റീവ് ടാബ് ടു നമ്മുടെ ആ ടാബ്, നമ്മുടെ ഒരു പ്രൊട്ടക്റ്റീവ് ടാബ് അതിൻ്റെ ബാക്കിലുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സാധനം റിമൂവ് ചെയ്യാൻ പറയണം. അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ 5 seconds അത് ഹോൾഡ് ചെയ്യാനാണ് പറയുന്നത്. റിമൂവ് ദ പ്രൊട്ടക്റ്റീവ് ടാബ്, സെറ്റ് യുവർ ക്ലാസ്സസ് പ്രോപ്പർലി, ലീവ് ദ ക്ലാസ് ഇൻസൈഡ്. അപ്പോൾ ഗ്ലാസ് പുറത്തേക്ക് എടുക്കാനും പാടില്ലെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അതൊന്ന് പെയർ ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഞാനിത് പെയർ ചെയ്തു. അപ്പോൾ ഇത് ആക്ടിവേറ്റിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ടൈം എടുക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഫുൾ പ്രോസസ്സ് കാണിക്കാഞ്ഞത് കേട്ടോ. അപ്പോൾ സാധനം അപ്പോൾ എന്താ വന്നിട്ടുണ്ട് ചെക്കിംഗ് ഫോർ അപ്ഡേറ്റ്. അപ്പോൾ ഇതാ ഗ്ലാസ് പുട്ടോണിയം പറഞ്ഞ് കുറച്ച് ആനിമേഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പുട്ടോണിയ ഒരു ഗ്ലാസ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനീഷ്യൽ സെറ്റപ്പാണ്. അപ്പോൾ ഞാൻ ഗ്ലാസ് എടുക്കാം. ഇതിന്ന് ഗ്ലാസ് എടുക്കുമ്പോൾ ഗ്ലാസ് ഞാൻ പറഞ്ഞല്ലോ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൊട്ടക്ഷനും അതായത് ഇതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് കവറിങ് കാര്യങ്ങളൊക്കെ അതൊക്കെ അതിൽ എടുക്കുന്നുണ്ട്. അതൊക്കെ അവർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെയും ഒരു ലൈറ്റ് ഉണ്ട് കേട്ടോ. ഒരു ചെറിയൊരു ലൈറ്റ് നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ ഞാനിത് വെക്കുകയാണ്. ഇത് മോഡലാണ് കേട്ടോ, ലാർജും ഉണ്ട്. സ്പീക്കറിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട് പ്രസ് ദ ക്യാപ്ചർ ബട്ടൺ വൺസ് എന്ന് പറഞ്ഞിട്ട് ടേക്ക് എ ഫോട്ടോ ആയിരിക്കും. ഇവിടെയാണ് ഒരു ക്യാപ്ചർ ബട്ടൺ ഉണ്ട്. LED ആയിട്ട് ബ്ലിങ്ക് ചെയ്ത് കണ്ടില്ലേ നിങ്ങൾ. അപ്പോൾ അത് ആയിട്ടുണ്ട്. പ്രസ് ആൻഡ് ഹോൾഡ് ദ ക്യാപ്ചർ ബട്ടൺ എന്ന് പറയുന്നുണ്ട്. സ്റ്റാർട്ട് റെക്കോർഡിങ്. ഇതൊരു ജസ്റ്റ് ഡെമോ ആണ് കേട്ടോ. നിങ്ങൾക്ക് അതിൽ മാറുന്നത് കാണാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം. ഇതിപ്പോൾ വീഡിയോ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പ്രസ് ദ ക്യാപ്ചർ ബട്ടൺ അഗെയിൻസ്റ്റ് സ്റ്റോപ്പ് റെക്കോർഡിങ്. അപ്പോൾ അത് ഞാൻ സ്റ്റോപ്പ് റെക്കോർഡിങ് ആക്കി. അതൊക്കെ ഇവിടെ ആവുന്നുണ്ട് കേട്ടോ. ടാപ്പ് ദ ടച്ച് ബാർ വൺസ് എന്ന് പറയുന്നത് അതായത് ഇവിടെ. അപ്പോൾ ടച്ച് വൺസ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്ത് ഒരു മ്യൂസിക് ചുമ്മാ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നതെന്ന് അറിയില്ല. സ്വൈപ്പ് ഫോർവേഡ് ടു ടേൺ വോളിയമാണ്. ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ വോളിയം കൂടും, ഇങ്ങോട്ടാക്കിയാൽ കുറയും. അവിടെ നിങ്ങൾക്ക് മാറുന്നത് കാണുന്നുണ്ടായിരിക്കും. നല്ല ടച്ച് റെസ്പോൺസ് ഉണ്ട് കേട്ടോ. ടാപ്പ് ദ ടച്ച് പാഡ് വൺസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി എന്താ പോസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഹാൻഡ്സ് ഫ്രീ വിത്ത് മെറ്റായി അതിൻ്റെ ഒരു സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് കണ്ടിന്യൂ കൊടുക്കട്ടെ. ലൊക്കേഷൻ ഫീച്ചേഴ്സൊക്കെയാണ്. വൈൽ യൂസിങ് ദ ആപ്പ് നമ്മൾ ലൊക്കേഷൻ എല്ലാം ഓൾ ടൈം കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇനി ഹേ മെറ്റാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയട്ടെ. അപ്പോൾ ഹേ മെറ്റ വാട്ട് ഈസ് ദ ടൈം നൗ? കേൾക്കുന്നത് അറിയാം കേട്ടോ. നല്ല ക്വാളിറ്റി സാധനം വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ അവർ കാണിക്കുന്നുണ്ട് എന്തൊക്കെയാണ്. സ്റ്റാർട്ടിങ് ഇനീഷ്യൽ സെറ്റപ്പാണ് കേട്ടോ. നമ്മൾ ഫോണൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാണില്ല, ഇത് ചെയ്യാനുള്ളതാണ്. സ്റ്റാർട്ട് വിത്ത് ഹേ മെറ്റ വാട്ട്സ് ദ ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡ്? ബുർജ് ഖലീഫ. അത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തത് ചോദിക്കാൻ പറയുന്നുണ്ട്. നൗ സേ ഹൗ ലോങ് ഡിഡ് ഇറ്റ് ബിൽഡ് ടു ടേക്ക്? ഹൗ ലോങ് ഡിഡ് ഇറ്റ് ടേക്ക് ടു ബിൽഡ്? അത് പോയി, അതൊരു മനസ്സിലായി. നമുക്കിതൊന്നും ആവശ്യമില്ല. വെൽ ഡൺ. ഇനിയിപ്പോൾ നമുക്ക് മ്യൂസിക് ആപ്പിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്കത് കണക്ട് ചെയ്യാം. സ്പോട്ടിഫൈ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ. കമ്മ്യൂണിക്കേറ്റ് ഹാൻഡ്സ് ഫ്രീ, കണക്ട് വിത്ത് വാട്സപ്പ്, മെസ്സഞ്ചർ, ഇൻസ്റ്റാഗ്രാം, അതൊക്കെ നമുക്ക് ചെയ്യാം. വോയിസ് സെറ്റിംഗ്സ് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ജിമെയിൽ ഫ്രം റിസീവ് മാർക്കറ്റിംഗ് മെസ്സേജസ് ഫ്രം മെറ്റ അബൌട്ട് ഡിവൈസ്, അതൊന്നും വേണ്ട. അത് നമുക്ക് ഡൂ ലൈറ്റർ കൊടുക്കാം. പിന്നെ ഷെയർ അഡീഷണൽ ഡാറ്റ ടു ഇംപ്രൂവ് പ്രൊഡക്ട്സ്. അതായത് അഡീഷണൽ ഡാറ്റ എന്തൊക്കെയാണ്? മെറ്റ കളക്ട്സ് ദ ഡാറ്റ നീഡഡ് ടു മേക്ക് യുവർ ഡിവൈസ് വർക്ക് പ്രോപ്പർലി. യു മേ ഓൾസോ ഷെയർ അഡീഷണൽ ഡാറ്റാസ് ഇൻക്ലൂഡിംഗ് തിങ്സ് സച്ച് ആസ് ഹൗ ഓഫൺ യു വെയർ ഗ്ലാസസ്. അത് കുഴപ്പമില്ല. പിന്നെ യു ആർ ഇൻ കൺട്രോൾ, യു ക്യാൻ ചേഞ്ച് യുവർ പ്രിഫറൻസ് എനി ടൈം. അത് അപ്പോൾ കൊടുക്കാം. അപ്പോൾ ഡൺ, കഴിഞ്ഞു കേട്ടോ. അത്രയുള്ള സംഭവം. അപ്പോൾ നമ്മുടെ ഹോം പേജ് വന്നു. നിങ്ങൾക്ക് പടം കാണിക്കുന്നതൊക്കെ കാണാം. ബാറ്ററി 100% കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാം ഇത് 4 മണിക്കൂറാണ് ഇത് റൺ ടൈം ഇതിൻ്റെ. പിന്നെ നമുക്ക് ഈ കേസിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഒരു 4 വട്ടം 8 വട്ടമൊക്കെ മാക്സിമം ചാർജ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് ഉപയോഗിക്കുന്നവരൊക്കെ. പിന്നെ നമുക്കിതിൽ നമ്മൾ നേരത്തെ എടുത്ത വീഡിയോസൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഇമ്പോർട്ട് ചെയ്യാനുള്ളത് വേണമെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാം. ഞാൻ വേണമെങ്കിൽ ഇത് ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ടിങ് സ്റ്റാർട്ടിങ് സൂൺ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നൊക്കെ എന്തൊക്കെയോ കുറേ സംഭവങ്ങളുണ്ട്. നമുക്ക് ഈ ആപ്പിൽ ഇമ്പോർട്ടിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫോണിലേക്ക് ഇത് ഇമ്പോർട്ട് ആയിക്കൊണ്ടിരിക്കുക ചെയ്യാം. അതിൽ 32 GB റാമാണുള്ളത്. പിന്നെന്താ അത് ഇമ്പോർട്ട് ആവട്ടെ. ഞാൻ എന്തായാലും അത് സൈഡിൽ കാണിക്കട്ടെ. എൻ്റെ ഇടയ്ക്കൂടെ നമുക്കത് ഞാൻ കാണിക്കാം അതിൻ്റെ ക്വാളിറ്റി ഉണ്ടെന്ന്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഇൻറ്റീരിയർ റൂമിൽ, അതും ഡാർക്ക് റൂമിലായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വാളിറ്റി ഉണ്ട് നോക്കി നോക്കാം. സാധനം ഇമ്പോർട്ട് ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫാസ്റ്റ് ഉണ്ട് കിട്ടാം. ഇത്രയുള്ള സംഭവം. ഇതാണ് സംഭവം. ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അപ്ഡേറ്റ് അവൈലബിൾ ഉണ്ടോ? അപ്പോൾ ഞാൻ അപ്ഡേറ്റ് അവൈലബിൾ കൊടുക്കുകയാണ് ചെക്കിംഗ് ഫോർ അപ്ഡേറ്റിൽ. അപ്പോൾ വേർഷൻ 14.1 വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്
കാണിക്കുന്നുണ്ട് ഇൻസ്റ്റാൾ 4 മിനിറ്റ് റിമൈനിങ് അപ്ഡേറ്റിംഗ് യുവർ ഗ്ലാസ് പ്ലീസ് കീപ് ദ ആപ്പ് ഓപ്പൺ ആൻഡ് യുവർ ഗ്ലാസസ് ക്ലോസ് ബൈ അൺടിൽ ദ അപ്ഡേറ്റ് ഇസ് കംപ്ലീറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഇതിലേക്ക് നമ്മുടെ ഡിവൈസിലേക്ക് ആദ്യം അത് ഡൗൺലോഡ് ആവും, എന്നിട്ട് അതിന് ശേഷം ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് അവർ പറയുന്നത്. നമ്മുടെ ബ്ലൂടൂത്ത് വാച്ചൊക്കെ ചെയ്യുമ്പോൾ കണ്ടിട്ട് അതേ പ്രൊസീജിയർ തന്നെയാണ് കേട്ടോ. ബ്ലൂടൂത്ത് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. 4 മിനിറ്റ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക മെറ്റ ഗ്ലാസിൻ്റെ സംഭവം. ഇന്ത്യയിൽ ഇപ്പോൾ ഒഫീഷ്യലി സാധനം ലോഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു നിങ്ങളുടെ ഇതിൻ്റെ ഗുണം എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു ടൂറും ട്രിപ്പും അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലേക്കോ അല്ലെങ്കിൽ ഇതുപോലെ സോഷ്യൽ മീഡിയയിലേക്ക് ഷെയർ ചെയ്യുന്ന സംഭവമാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ഒരു പേഴ്സണൽ ടൈം നമുക്ക് എന്താ പറയുക, നമുക്ക് സ്റ്റോറീസ് ആയിട്ടും അല്ലെങ്കിൽ വീഡിയോസ് ആയിട്ടും പിക്സ് ആയിട്ടൊക്കെ നമ്മൾ സേവ് ചെയ്ത് വെക്കില്ലേ. അപ്പോൾ അങ്ങനത്തെ സമയത്ത് ഈ സാധനം നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. എന്ന് വെച്ചാൽ പെട്ടെന്ന് ഫോൺ എടുക്കൊന്നും വേണ്ട. നമുക്ക് പ്രത്യേകിച്ച് POV ഷോട്ട്സ് ഒക്കെ നമുക്ക് ഫോൺ എടുക്കാണ്ട്, അതുപോലെ തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും രണ്ട് കൈ കൊണ്ട് ചെയ്യണം. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ല. അപ്പോൾ ആ ഈ സാധനം ഭയങ്കര ഹെൽപ്ഫുൾ ആക്കിയിട്ടാണ്. പ്രത്യേകിച്ച് ടൂർ പോകുന്ന സമയത്തൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് ഒരു സ്റ്റോറീസ് എടുത്തു വയ്ക്കാനൊക്കെ നല്ല പരിപാടിയായിരിക്കും. ഇതിൻ്റെ വീഡിയോ 1 മിനിറ്റ് നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ 1 മിനിറ്റ് കഴിഞ്ഞ് എടുക്കേണ്ടി വരും. ഫോട്ടോസ് നോർമലി 1080p തന്നെയാണ്, വീഡിയോ 1080p തന്നെയാണ് കേട്ടോ. സ്പെസിഫിക്കേഷൻ പറയുന്നത് അതെന്തായാലും ജസ്റ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് അൺബോക്സ് ചെയ്യുന്നത്. അതിന് മുമ്പ് കടയിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് മാത്രമേ ഉള്ളൂ, ചെക്ക് ചെയ്തൊന്നും മാത്രമേ ഉള്ളൂ, വേറെ സംഭവം ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊരു നമ്മൾ ഒരു യൂസേജ് ഓവർവ്യൂ നമുക്ക് വേറെ സെപ്പറേറ്റ് വേറെ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ആക്ച്വലി വീഡിയോ ചെയ്യാൻ മെയിൻ കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഒഫീഷ്യലി നമ്മുടെ എന്താ പറയുക ഈ സാധനം ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ലെൻസ് ആൻഡ് ഫ്രെയിമുകാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്നലെ സാധനം വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഫസ്റ്റ് കസ്റ്റമറാണ് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ തന്നെ അവരുടെ നിങ്ങളുടെ റേബാൻ ഇന്ത്യയുടെ വെബ്സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏരിയയിൽ ഏതൊക്കെ കടയിൽ ഇത് ഒഫീഷ്യലി റേബാൻ സപ്പോർട്ട് ഉണ്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ ഇവിടെ തൃശ്ശൂരാണ്. ഇപ്പോൾ തൃശ്ശൂർ ഞാൻ നോക്കിയപ്പോൾ കുറേ ഉണ്ട്. അതിൽ ഞാൻ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ലെൻസ് ആൻഡ് ഫ്രെയിമാണ് നോക്കിയത്. എൻ്റെ അടുത്തുള്ളതും കുറേ ഉണ്ട്. ഇതും അടുത്തൊക്കെ തന്നെയാണ് കേട്ടോ, റൗണ്ടിലാണ്. പക്ഷെ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അവിടേക്ക് പോയിന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്യാൻ നോക്കിയപ്പോൾ അവർ പറഞ്ഞാൽ 10 ദിവസം 15 ദിവസമൊക്കെ പിടിക്കുന്ന പറഞ്ഞു ഡെലിവറിക്ക്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഇവിടെ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സാധനം വന്നിട്ടുണ്ട്, ഓൾറെഡി ഇന്നലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ നാളെ വന്നിട്ട് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. അതാണ് ഉണ്ടായത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സാധനം ഇപ്പോൾ ഒഫീഷ്യലി ഇന്ത്യയിൽ വാങ്ങിക്കാം കേട്ടോ. ഇപ്പോൾ ഇന്ത്യയിൽ സപ്പോർട്ട് വന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ല ആപ്പ് സപ്പോർട്ട് എല്ലാം വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്താ പറയുക, പണ്ട് ഇതുപോലെ ഇവിടെ ഇന്ത്യയിൽ ഈ സാധനം ആപ്പ് അവൈലബിൾ ആയിരുന്നില്ല. മെറ്റ വ്യൂ എന്ന് ആപ്പാണ്, ഞാൻ പറഞ്ഞില്ല ഓൾറെഡി നമ്മൾ പടക്കം കാണിച്ചിട്ടുണ്ട്. മെറ്റ വ്യൂ എന്ന് ആപ്പായിരുന്നു. ആ സാധനം ഇപ്പോൾ മെറ്റ AI ആണ്. അപ്പോൾ മെറ്റ വ്യൂ ആപ്പ് ഒന്നും പ്ലേ സ്റ്റോറിലോ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അത് നമ്മൾ ഇന്ത്യൻ ലൊക്കേഷനിൽ പോയിട്ട് തപ്പി കഴിഞ്ഞാൽ കിട്ടൂല, ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റൂല. അപ്പോൾ കുറേ പേര് അത് എന്താ പറയുക ജുഗാഡ് എന്നൊക്കെ പറയില്ല, അതിന് വേണ്ടിയിട്ട് അവരെ ലൊക്കേഷനൊക്കെ മാറ്റിയിട്ടൊക്കെയാണ് ഇൻസ്റ്റാൾ ചെയ്യാറ്. പക്ഷേ ഇനി അതിനൊന്നും ആവശ്യമില്ല കേട്ടോ, സാധനം ഒഫീഷ്യലി ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടാണ്. അപ്പോൾ ആരെങ്കിലൊക്കെ എന്താ പറയുക സ്മാർട്ട് ഗ്ലാസസ് റേബാൻ്റെ ബ്രാൻഡിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇവരുടെ എന്താ പറയുക സൺ ഗ്ലാസ് ഒക്കെ പറയുമ്പോൾ നോർമൽ ഗ്ലാസിൻ്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് 10,000 രൂപയ്ക്കാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും സംഭവമായിരിക്കും. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസ് ഓവർന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ വേഫെയർ മോഡലൊക്കെ ഞാൻ സാധാ മോഡലൊക്കെ അത്യാവശ്യം നല്ല നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് 21-22 റേഞ്ചൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം ലെൻസ് അത്യാവശ്യം വലുതുള്ളത്. ഇത് പോരാതെ ട്രാൻസിഷൻ മോഡലാണ്. നമുക്ക് എന്താ പറയുക നല്ല ലൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഈ സാധനം ബ്ലാക്ക് ആവും, അത് അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് നിൽക്കും. ഇത് 2-3 ലെൻസ് ഞാൻ പറഞ്ഞല്ലോ, 2-3 വേരിയന്റ് അവൈലബിൾ ആണ്. 29 സ്റ്റാർട്ടിംഗ് ആയിട്ട് 32 പിന്നെ 35-37 ആ റേഞ്ചിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ഷോപ്പിൽ നിന്നൊക്കെ ആണെങ്കിൽ നമുക്കത് കട നോക്കി വെച്ചിട്ട് എടുക്കാമല്ലോ. അവരുടെ വെബ്സൈറ്റിലും ഉണ്ട്. നമുക്ക് നമ്മുടെ ലെൻസ് കാർഡിലൊക്കെ പോലെ നമ്മുടെ ഫേസ് വെച്ചിട്ടുള്ള പരിപാടിയൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ ഓഫ്ലൈൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതായിരിക്കും ബെറ്റർ. പിന്നെ മറ്റത് ഭയങ്കര ലേറ്റാന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഓഫ്ലൈൻ എടുക്കാൻ കാരണം കേട്ടോ. പിന്നെ ഓഫറൊന്നുമില്ല, ഓൺലൈനിലും ഉള്ള ഓഫറോ ഓഫ്ലൈനിലും ഉള്ള ഓഫറോ. പിന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് നോക്കിയെടുക്കുക എന്ന് പറയുന്നത് ഓഫ്ലൈൻ ആണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഓഫ്ലൈനിൽ എടുത്താറുണ്ട്. ഇപ്പം ഓൺലൈൻ എടുക്കണമെന്ന് പറയുന്ന കാരണം അതാണ്. എന്ന് വെച്ചാൽ ആമസോണിൽ സംഭവമൊന്നുമില്ല. അങ്ങനെ ആമസോണിലൊക്കെ ആണെങ്കിൽ പിന്നെ ഓഫർ കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് പറയാം. ഇതൊന്നുമില്ല. അപ്പം എന്തായാലും സംഭവം ഏറ്റവും ബെറ്റർ ഇപ്പോൾ ഓഫ്ലൈൻ എടുക്കുക തന്നെയാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ ഞാൻ ഫുള്ളി ഓഫ്ലൈനെ കുറ്റം പറയുന്നില്ല, അല്ലെങ്കിൽ ഓൺലൈനിൽ തന്നെ എടുക്കാൻ പാടുള്ളൂ അങ്ങനെ ഞാൻ പറയാറില്ല. എന്ന് വെച്ചാൽ നോർമലി നമുക്ക് ഏതാണ് ബെറ്റർ അല്ലെങ്കിൽ ഓഫറിൽ ഏതാണ് നമുക്ക് കുറഞ്ഞ് കിട്ടുന്നത് ആ സമയത്തൊക്കെയാണ് ഞാൻ ഇപ്പോൾ ഇലക്ട്രോണിക്സ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ ഓൺലൈൻ എടുക്കാൻ പറയാം. അതുകൊണ്ടാണ് പറയുന്നത്. വെച്ചാൽ നമുക്ക് അവിടെ ഓഫർ കിട്ടും, നോർമലി കിട്ടുന്നതായിട്ട് റേറ്റ് കുറഞ്ഞ ഓൺലൈൻ കിട്ടും, ആമസോണിലൊക്കെ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറയാറ്. അല്ലാണ്ട് ഇപ്പോൾ ഓഫ്ലൈൻ പൊട്ടയായിട്ടല്ല, അല്ലെങ്കിൽ എന്താ പറയുക ഓഫ്ലൈനിൽ എടുത്തു കഴിഞ്ഞാൽ യൂസ്ഡ് അങ്ങനത്തെ സംഭവമൊന്നുമല്ല. അപ്പോൾ അതാണ് ഞാൻ മെയിൻ ജസ്റ്റ് പറഞ്ഞു മാത്രമല്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ ഒരു യൂസേജ് ചെയ്തിട്ട് അതിൻ്റെ കാര്യം ഞാൻ എന്തായാലും ഇതിൽ നേരത്തെ നമ്മൾ എടുത്തില്ലേ ആ സാധനം ജസ്റ്റ് ഞാൻ നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ കണ്ടായിരിക്കും, അല്ലെങ്കിൽ ഞാൻ അത് ഇടാട്ടാ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽ കാണാത്തവർ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ചെയ്യാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളിലേക്ക് കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കൗണ്ടർ പോകുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യാൻ മറക്കണം. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം.